നമസ്കാരം. റഷ്യയ്ക്കും ചൈനയ്ക്കും കൈകൊടുത്ത ഇന്ത്യ തൽക്കാലം അമേരിക്കയ്ക്ക് കൈകൊടുക്കില്ല. ഈ മാസം അവസാനം ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തേക്കും. ഇതിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കണമെന്ന മോദിയുടെ തീരുമാനമാണെന്നാണ് വിവരം. റഷ്യൻ എണ്ണ ഇന്ത്യ ഇനിയും വാങ്ങുമെന്ന നിലപാട് പ്രഖ്യാപനവും ഇതിലുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ പിഴത്തീരുവ ചുമത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന താരിഫ് സംഘർഷം മൂർച്ഛിക്കുകയാണ്. മോദിയെ അനുനയിപ്പിക്കാൻ ട്രംപ് സജീവമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോഴും ചിലർ ഇന്ത്യയെ വിമർശിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ നിർണായക തീരുമാനമെടുക്കുന്നത്. ഐക്യരാഷ്ട്രസഭ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നവരുടെ താൽക്കാലിക പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇടം പിടിച്ചിരുന്നു. എന്നാൽ പുതുക്കിയ പട്ടിക പ്രകാരം ഇന്ത്യയെ ഒരു മന്ത്രി പ്രതിനിധീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് നേരത്തെ മോദി എത്തുമെന്ന സൂചന UN-ന് ഇന്ത്യ നൽകിയിരുന്നുവെന്ന് സാരം. UN പൊതുസഭയുടെ 80ാം സമ്മേളനത്തിലെ ഉന്നതതല പൊതുചർച്ച സെപ്റ്റംബർ 23 മുതൽ 29 വരെയാണ് നടക്കുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബർ 23-നാണ് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. രണ്ടാം തവണ US പ്രസിഡന്റായ ശേഷം UN സമ്മേളനത്തിൽ ട്രംപിന്റെ ആദ്യ പ്രസംഗമായിരിക്കും ഇത്. ജൂലൈയിൽ പുറത്തിറക്കിയ പ്രാസംഗികരുടെ മുൻ താൽക്കാലിക പട്ടിക പ്രകാരം പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ 26-ന് പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നു. ഇസ്രായേൽ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ സെപ്റ്റംബർ 26-ന് UN പൊതുസഭയിലെ പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇന്ത്യയും US-ഉം തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു ട്രംപ്. നരേന്ദ്രമോദിയുമായി ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും. അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മഹാനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് വളരെ നിരാശയുണ്ട്. ഞാനത് അവരെ അറിയിച്ചു. ഞങ്ങൾ ഇന്ത്യക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തി, 50% തീരുവ. എനിക്ക് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം വളരെ മികച്ച നേതാവാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയും റഷ്യയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത്. അതും ഇരുണ്ടതും ദുരൂഹമായി ചൈനയോടെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ കുറിച്ചത്. അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പോസ്റ്റിൽ പരിഹസിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. നരേന്ദ്രമോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു പോസ്റ്റ്. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദിയും ഷിയും പുടിനും ഒരുമിച്ചെത്തിയത് ആഗോള ശ്രദ്ധ ആകർഷിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ്. ഇതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലെ ബന്ധം കൂടുതൽ വഷളായെന്നാണ് വിലയിരുത്തൽ. നേരത്തെ 4 തവണ ട്രംപിന്റെ ഫോൺ മോദി എടുക്കാത്തതും വാർത്തകളിലെത്തിയിരുന്നു. അതിനിടെ US ചുമത്തിയ ഉയർന്ന തീരുവ മൂലം പ്രതിസന്ധിയിലായ കയറ്റുമതിക്കാരെ സംരക്ഷിക്കാൻ പ്രത്യേക ആശ്വാസ പാക്കേജും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമാക്കുമെന്നാണ് വിവരം. കയറ്റുമതിക്കാരെ സഹായിക്കാൻ പല ഘടകങ്ങളടങ്ങിയ പാക്കേജാണ് കൊണ്ടുവരുന്നത്. ഇതിന് കേന്ദ്ര മന്ത്രിസഭ ഉടൻ അംഗീകാരം നൽകും. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്.